വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വീഡിയോ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. ഇന്നു മുതൽ മന്ത്ലി എക്സ്പയറിയിൽ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുകയാണ്. വീക്ക്ലി എക്സ്പയറി ഇല്ല ഇന്നു മുതൽ. 27-ാം തീയതിയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി. നാളെ കഴിഞ്ഞ് ബുധനാഴ്ച എക്സ്പയറി ഇല്ല ബാങ്ക് നിഫ്റ്റിക്ക്. അതൊരു പുതിയൊരു അനുഭവമായിക്കോട്ടെ. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് പെട്ടെന്ന് അഡാപ്റ്റായി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വർക്ക് ചെയ്താൽ നമുക്ക് സക്സസ് നേടാൻ പറ്റും. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിൽ എല്ലാ സമയങ്ങളും എല്ലാ സ്ഥലത്തും. നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഒരു 4-5 വർഷം അവിടെ താമസിച്ചു. എന്നിട്ട് നമുക്ക് ആ വാടക വീട്ടിൽ നിന്ന് വേറൊരു അപ്ഗ്രേഡായിട്ടുള്ള വേറൊരു വാടക വീട്ടിലോട്ട് മാറണം. വേറെ കുറച്ച് സ്ഥലം മാറ്റം നമ്മൾ വരുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് അവിടെ പോകുമ്പോഴത്തേക്കും ഒരു സമയമെടുക്കും. അവിടുത്തെ വെള്ളം, അവിടുത്തെ മണ്ണ്, അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ വീടിൻ്റെ എല്ലാം നമുക്ക് ഒന്ന് മിങ്കിളായി വരാനായിട്ട്. പക്ഷെ അത് എത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയ്ക്ക് നമ്മൾ അവിടെ പെട്ടെന്ന് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെയാണ് ഇത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് മുതൽ തുടങ്ങിയാണ്. അപ്പോൾ ഇത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ സ്റ്റഡിയും അനാലിസിസും ബേസ് ചെയ്തിട്ടാണ്. മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ചാർട്ട് പാറ്റേൺ ആണ്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം അതിനകത്ത് TPO എന്നാണ്. ക്യാൻഡിൽ സ്റ്റിക്കിന് പകരം അവിടെ TPO ആണ് വരുന്നത്. ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. ചെറിയ ബ്രിക്സ് ആയിട്ട് വരും. A പീരിയഡ്, B പീരിയഡ്, C പീരിയഡ്, IB, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് അതിനകത്ത് കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ചെയ്യാണ്ട് നിങ്ങളെ കൂടുതൽ ഇത് ചെയ്യാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് പറയുന്നത്. അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മെസ്സേജിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈൽ വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്, വലിയ പാടൊന്നുമില്ല. പക്ഷേ പഠിച്ചിറങ്ങിയാൽ നല്ല ലെവൽസുകൾ നമുക്ക് അക്യൂറസി കിട്ടും. നിങ്ങൾ തന്നെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോ നോക്കുന്നുണ്ട്. നല്ല അക്യൂറസി കിട്ടും, നല്ല ട്രേഡുകൾ എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇത് മാർക്ക് ചെയ്ത് തരിക. ബാങ്ക് നിഫ്റ്റി മുകളിലോട്ടുള്ള ട്രേഡ് വലുതായിട്ട് നോക്കുന്നില്ല എങ്കിലും നമുക്ക് മുകളിലോട്ട് റെസിസ്റ്റൻ്റ് അടുത്തടുത്ത് കിടക്കുകയാണ്. റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രാഫിക് ജാം പോലെയാണ്. അപ്പം 50,520 കഴിഞ്ഞാൽ പിന്നെ 730, ഒരു 200 പോയിൻറ്റിൻ്റെ നമുക്കൊരു ട്രാവൽ കിട്ടും. 200 പോയിൻറ്റ് ട്രാവൽ കിട്ടും. അവിടെ വരുമ്പോഴത്തേക്കും പ്രീവിയസ് ട്രേഡിംഗ് ഡേയുടെ ഹൈ വരികയാണ്. PDH എന്ന് പറയും. പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ട്രേഡിംഗ് ഡേ ഹൈ വരികയാണ് അവിടെ. അതായത് വ്യാഴാഴ്ചത്തെ ഹൈ വരികയാണ് 50,730. ഓക്കെ, അതിനും മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 50,900 അവിടെ വീണ്ടും ഒരു സ്പീഡ് ബ്രേക്കർ വരികയാണ്. അത് വിട്ടാൽ മാത്രമേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ സൈക്കോളജിക്കൽ ലെവൽ ഒരു 51,000 മുകളിലോട്ടുണ്ട്. ഇതാണ്. പക്ഷേ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ 50,180ക്ക് ശേഷം വീണ്ടും ഒരു 200 പോയിൻറ്റിനോടെ സൈക്കോളജിക്കൽ ലെവൽ പ്രീവിയസ് ഡേ ലോ, അതിന് തൊട്ട് താഴെ 50,000 ഒരു ലെവലുണ്ട്. പക്ഷെ അത് വലിയ ഇതായിട്ട് തോന്നില്ലെങ്കിലും 49,800 നമുക്കൊരു റൈഡ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഇത് കൂടെ ഇന്ന് മുതൽ നമുക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 50,300ൻ്റെ CE, അത് 605 എന്ന് പറയുന്നത് 600 മുതൽ 605 വരെയുള്ള ആ സ്ഥലം, പ്രീമിയത്തിൻ്റെ സ്ഥലം ഒരു റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. 50,300ൻ്റെ CE. അതേപോലെ 50,400ൻ്റെ PE, 500-505 ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്തിട്ട് നിങ്ങളെ ട്രേഡുകൾ നോക്കിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടും നമുക്ക്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രീമിയം നമ്മൾ അപ്പം നിറച്ച ആൾക്കാർ പറയാറുണ്ട്, എനിക്കറിയാം മാർക്കറ്റ് ഇവിടെ പോകുമായിരുന്നു, ഞാൻ ഇറങ്ങി. അങ്ങനെയൊക്കെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇത് എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നത്? പ്രീമിയം. കാരണം ഇതിനകത്തുള്ള ഓപ്ഷൻ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സാണ് കൂടുതൽ ഡോമിനൻ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് 50,400 അതിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? അതായത് അതിനകത്ത് അവിടെ കുറച്ച് കളികൾ അവിടെ ഉണ്ട് ആ സ്ഥലത്ത്. അപ്പോൾ അവിടെ PEയും CEയും വിറ്റ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇന്നത്തെ ട്രേഡുകൾ നോക്കി നിങ്ങളുടേതായ ഗട്ട്സ് വരുന്നതനുസരിച്ച് പ്ലാൻ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.